നമസ്കാരം കൂട്ടുകാരെ, എല്ലാ പേർക്കും സ്റ്റോറി ഫോളിയോയിലേക്ക് സ്വാഗതം. പണ്ടൊരിടത്ത് തവളകൾ താമസിച്ചിരുന്ന ഒരു കിണറുണ്ടായിരുന്നു. തവളകളെ എന്താ ഇംഗ്ലീഷിൽ പറയുകയെന്ന് കൂട്ടുകാർക്കറിയോ? ഫ്രോഗ്സ്. കിണറിനെ വെല്ലെന്ന് പറയും. അങ്ങനെയിരിക്കെ ഒരിക്കൽ തവളകളെല്ലാവരും ചേർന്ന് അവരിൽ ഒരുവനെ അവരുടെ രാജാവായി തിരഞ്ഞെടുത്തു. തവള രാജാവ് കിണറ്റിനുള്ളിൽ വലിയ സന്തോഷത്തോടെ ജീവിച്ചു. ഒരു ദിവസം തവള രാജാവ് കിണറ്റിന്റെ ചുറ്റുമതിൽ വരെ ചാടി നോക്കി. അപ്പോൾ അവന് പുറം ലോകം കാണാൻ കഴിഞ്ഞു. പുറത്തതാ വലിയൊരു കുളം. കുളത്തിന് എന്താ ഇംഗ്ലീഷിൽ പറയുക? പോണ്ട്. അങ്ങനെ ഒരു വലിയ കുളം കണ്ടു. കിണറിനേക്കാൾ എത്രയോ വലുതാണ് ആ കുളം. തവള രാജാവ് ഉടൻ തന്നെ കിണറ്റിലേക്ക് തിരിച്ചിറങ്ങി. അതേ കൂട്ടുകാരെ, നമ്മുടെ കിണറിനേക്കാൾ വളരെ വലിയൊരു ലോകമുണ്ട് പുറത്ത്. നമുക്ക് അങ്ങോട്ട് പോയാലോ? അവിടെ കൂടുതൽ വെള്ളവും കൂടുതൽ സ്ഥലവുമുണ്ട്. തവള രാജാവ് മറ്റ് തവളകളോട് പറഞ്ഞു. പക്ഷേ കിണറ്റിലെ തവളകൾ ചിരിച്ചു. ഇതാണ് ഏറ്റവും വലിയ ലോകം. കിണറിനേക്കാൾ വലുതായി ഈ ലോകത്ത് ഒന്നുമില്ല. രാജാവിന് തവളകളുടെ അറിവില്ലായ്മ കണ്ടപ്പോൾ സങ്കടമായി. അവൻ അവരെ നിർബന്ധിച്ചില്ല. തവള രാജാവ് ഒറ്റയ്ക്ക് ചാടി കുളത്തിലേക്ക് പോയി. കുറച്ച് നാളുകൾ കഴിഞ്ഞു. അപ്പോൾ വേനൽക്കാലം വന്നു. കിണറ്റിലെ വെള്ളം മുഴുവൻ വറ്റിപ്പോയി. എന്തു ചെയ്യണമെന്നറിയാതെ തവളകൾ തങ്ങളുടെ രാജാവിനെ തേടി കിണറ്റിൽ നിന്നും പുറത്തേക്ക് വന്നു. പുറത്തെത്തിയ തവളകൾക്ക് പുറത്തെ കാഴ്ചകൾ കണ്ട് കണ്ണ് നിറഞ്ഞു. തങ്ങളുടെ കിണറിനേക്കാൾ എത്രയോ വലിപ്പമുള്ള വറ്റാത്ത കുളത്തിൽ തങ്ങളുടെ രാജാവ് തുള്ളിച്ചാടി കളിക്കുന്നു. അന്നു രാജാവ് വിളിച്ചപ്പോൾ ഇങ്ങോട്ടേക്ക് വരാതിരുന്നത് മണ്ടത്തരമായി പോയി എന്ന് അവർക്കപ്പോൾ മനസ്സിലായി. കൂട്ടുകാരെ, അജ്ഞത നല്ലതല്ല. നമ്മൾ എപ്പോഴും പുറം ലോകത്തെക്കുറിച്ചും പുതിയ കാര്യങ്ങളെക്കുറിച്ചും പഠിക്കാൻ ശ്രമിക്കണം. ചെറിയ ലോകത്തിൽ മാത്രം ഒതുങ്ങി ജീവിക്കരുതെന്ന് ഈ കഥയിൽ നിന്നും കൂട്ടുകാർ പഠിച്ചില്ലേ? ഈ കഥ ഇഷ്ടമായാൽ കഥ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരുമായി ഷെയർ ചെയ്യാനും സ്റ്റോറി ഫോളിയോ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത് മറ്റൊരു കഥയുമായി കാണും വരേക്കും ഗുഡ് ബൈ.